പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. എന്തായാലും ഈ അപ്ഡേറ്റ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഏകദേശം 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. വാട്സപ്പിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്ഡേറ്റ് മറ്റൊന്നുമല്ല, ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നത്. നമ്മുടെ കൂട്ടുകാർ അയക്കുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഇമോജികൾ മാത്രമേ നേരത്തെ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ പ്ലസ് ഐക്കൺ കൂടെ വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രയോജനമാകട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോയിൽ ആ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് നമുക്ക് നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ഇമോജികളും റിയാക്ഷനായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ചില സുഹൃത്തുക്കൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. ഈ മെസ്സേജ് ഇപ്പോൾ സുഹൃത്ത് അയച്ച ഒരു മെസ്സേജ് ആണ് ഇതെന്ന് വിചാരിക്കുക. അത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറച്ച് ഇമോജികൾ വരുമല്ലോ. അതിൽ നമുക്ക് ആഘോഷങ്ങൾക്കെല്ലാം നമുക്ക് പൂത്തിരി പോലെ കൊടുക്കുന്ന ഒരു ഇമോജി ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ടിക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന ആ ഇമോജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതാ കണ്ടോ, ഇത് നമുക്ക് ഇതുപോലെ പൂത്തിരി പോലെ പോകുന്നത് നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇമോജി നമ്മൾ ഉപയോഗിക്കില്ല. ചില ആഘോഷങ്ങൾക്കും പാർട്ടിക്കും ഒക്കെ നമ്മൾ അനുമോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇമോജി നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് കിട്ടുന്ന ആളിനും ഇതുപോലെ പൂത്തിരി പോലെ പോകുന്നത് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.